കേരളത്തിന്റെ ഭാവി എന്ന് പറഞ്ഞാൽ സമരം പ്രഖ്യാപിച്ചു. സിനിമാ സംഘടനകളെല്ലാം സമരത്തിന് പിന്തുണ കൊടുത്തിരിക്കുന്നു. ജൂൺ 1 സമരം മറ്റ് മാർഗമില്ല. കാരണം വളരെ ബഡ്ജറ്റ് കൂടുകയാണ്. മലയാള സിനിമയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. ചെറിയ സിനിമ, ചെറിയ ഇൻഡസ്ട്രിയാണ്. ഇവിടെ ആർട്ടിസ്റ്റുകളുടെ മുൻനിരയിൽ നിൽക്കുന്നവരുടെ വേതനം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. കൊറോണയ്ക്ക് ശേഷം OTTക്ക് റൈറ്റ് കിട്ടിയപ്പോൾ അവരും അതിന്റെ 90% വിഹിതം മേടിച്ചു. ഇപ്പോൾ OTT റൈറ്റ് ഇല്ല. നിർമ്മാണ ചെലവ് കൂടി. പ്രൊഡ്യൂസർമാർ കുത്തുവാള എടുത്തിരിക്കുക. ആ സമയത്ത് ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെയാണ്? ബ്രേക്ക് പോയ വണ്ടി എവിടെയും പോയി ഇടിച്ചു നീക്കട്ടെന്ന് ഓർത്തിട്ട് കാര്യമില്ല. എവിടെയും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് നോക്കണ്ടേ? അതിനുവേണ്ടി ഒക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു ഐക്യം വേണ്ടേ? ഞങ്ങൾക്കിടെ ഐക്യം ഉണ്ടല്ലോ. ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിന്റെ പറഞ്ഞ എന്താണ്? അദ്ദേഹത്തോട് സംസാരിക്കും. അതിപ്പോ എല്ലാവരും 100% ആൾക്കാരും പെർഫെക്റ്റ് ആയിട്ട് പിന്തുണച്ച ഒരു സമരവും ലോകത്ത് എവിടെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല. വിനയനും എതിർപ്പാണ്. അല്ല, അതറിയില്ല. സ്വാഭാവികമായിട്ട് എതിർപ്പ് കാണുന്നേ. കാരണം എതിർപ്പുള്ളവർ കാണും, അനുകൂലമുള്ളവർ കാണും. അതൊക്കെ അങ്ങനെയാണല്ലോ, ജനാധിപത്യമല്ലേ. ഇവിടെ ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചു. അതനുസരിച്ച് കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനെ വിളിച്ചു, അവരും തീരുമാനിച്ചു. കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകാരുടെയും അസോസിയേഷന്റെ ലീഡറായിരുന്നു, നേതാവായ വിജയകുമാർ വന്നു. അവരെല്ലാം ഒരുമിച്ചിരുന്ന് ഫെഫ്കയുടെ പ്രതിനിധികളും വന്നിരുന്ന് ഒരുമിച്ച് തീരുമാനമെടുത്തതാണ്. അപ്പോ ഉണ്ടാവുള്ളൂ എന്നാണോ അങ്ങയുടെ പ്രതീക്ഷ? അല്ല, പിന്നെ അമ്മയിലുള്ള ആൾക്കാർ ഞങ്ങളെ പിന്തുണയ്ക്കും. അവർക്കെതിരെയാണല്ലോ ഈ സമരം. പിന്നെ അവര് പിന്തുണയ്ക്കും. പിന്നെ ഞങ്ങൾ പൊട്ടന്മാരാണ് ഞങ്ങള്. എന്ന് വെച്ചാൽ നിർമ്മാതാക്കളായ അഭിനേതാക്കളൊന്നും പിന്തുണക്കാൻ സാധ്യതയില്ല എന്ന്. അല്ല, അഭിനേതാക്കൾ എന്നാ നിർമ്മാതാക്കളായത്? ഉത്തരം പറ. അപ്പൊ അവിടെ തുടങ്ങാം. ഫ്രം ദ വെരി ബിഗിനിങ് നമുക്ക് തുടങ്ങാം. ഞങ്ങളുടെ കാശ് മേടിച്ചല്ലേ ഇവര് നിർമ്മാതാവായത്. അതിനകത്ത് നിങ്ങൾ ഈ സമരത്തിൽ അവർ അവരുടെ പിന്തുണ എന്ത് ചെയ്യണം? സമരം ചെയ്യാതെ സമരം ലോകത്ത് മുഴുവൻ ഏത് നേട്ടം ഉണ്ടായാലും അതിന്റെ പുറകിൽ സമരമാ അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊണ്ട് സമരം ചെയ്തിട്ടല്ലേ? അല്ല, ഇവരുടെ കൂടെ വിശ്വാസത്തിൽ എടുപ്പിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചോദ്യം. വിശ്വാസത്തിലെടുക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളിപ്പോ പറഞ്ഞ വിഷയമൊക്കെ അംഗീകരിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് ഈ അഭിനേതാക്കളായ നിർമ്മാതാക്കൾക്ക് കൂടി നിങ്ങൾ പറയുന്ന വിഷയം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അവരുടെ കൂടെ ഐക്യദാർഢ്യം ഇതിനുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അല്ല, അവര് അഭിനേതാക്കളായ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? കാരണം അവര് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇല്ലല്ലോ. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനമല്ല. അവര് മെമ്പർമാരാണ്. ജനറൽ ബോഡി പിന്നീട് നമ്മളത് ജനറൽ ബോഡി വിളിക്കും. സ്വാഭാവികമായിട്ടും വിളിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ജൂണിന് മുമ്പ് ജനറൽ ബോഡി വിളിച്ചിട്ട് നിങ്ങൾ ഈ ഭാരവാഹികളിൽ എത്ര പേര് ഇപ്പോ സജീവ നിർമ്മാണത്തിലൊക്കെ ഉണ്ട്? ഇപ്പൊ ഈ പടങ്ങളൊക്കെ, പുതിയ പടങ്ങളൊക്കെ നിർമ്മിക്കുന്നത് ഈ നടന്മാർ ചേർന്നിട്ടുണ്ടല്ലേ? അപ്പൊ നിങ്ങൾ ഈ എക്സിക്യൂട്ടീവിന് നടന്മാർ ചേർന്നിട്ടാണ്. നടന്മാർ ആരെ ചൂഷണം ചെയ്തിട്ടാണോ പറ? നിങ്ങള് പച്ചയ്ക്ക് പറ. ഞാൻ പച്ചയ്ക്കല്ലേ പറയുന്നത്? നടന്മാര് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. ഇവരില്ലാത്ത റേറ്റ് വാങ്ങിച്ച് പാവപ്പെട്ട പ്രൊഡ്യൂസർമാരെ പെരുവഴിയിലാക്കിയിട്ടുണ്ടാക്കിയ പൈസയല്ലേ? നിങ്ങളെന്താ അത് പറയാത്ത? സമരമായിട്ട് മുന്നോട്ട് പോകും. ഇവരെ ആദ്യം അഭിനയിക്കാൻ വന്നപ്പം ഒരു പ്രൊഡ്യൂസറെ സമ്മതിച്ചിട്ടുള്ള ഇവരുടെ മുഖത്ത് ചായം തേച്ചത് അല്ലേ? എന്നിട്ടല്ലേ ഇവർ അഭിനേതാക്കളായത്? എല്ലാവരും അല്ലേ പറയുന്നത് കേട്ടോ? അടച്ചു പറഞ്ഞല്ല. മനസാക്ഷി വേണം, മര്യാദ വേണം. പ്രൊഡ്യൂസർമാരെല്ലാം കടക്കണിയിലാണ്. ഒരു സിനിമ വിജയിക്കുന്നില്ല. മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ഈ ബഡ്ജറ്റ്. ഇത് എവിടെ നിന്ന് കൊണ്ടുവരും പൈസ? പലിശ മേടിച്ചും ലേഡിയിൽ എടുത്തും ഭാര്യയുടെ ബാലമാല പണയപ്പെടുത്തിയും വസ്തു ഇട്ടും ഒക്കെ കൊണ്ടുവരുന്ന പൈസയാണ് ഈ ഇൻഡസ്ട്രിക്ക് മുടക്കുന്നത്. അത് മുഴുവൻ ഇവര് കൊണ്ടുപോവുക. എന്നിട്ട് അത് കൈ കേട്ട് അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കുമ്പോൾ ഒരു പെരുമാറ്റവും ഒരു നിലപാടും, മറ്റു നിർമ്മാതാക്കളുടെ പടത്തിലാണ് അവർ അഭിനയിക്കുന്നതെങ്കിൽ മറ്റൊരു നിലപാട്, അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടോ മലയാള സിനിമയിൽ? ഞാനൊരു അഭിനേതാവെന്ന് ഇരിക്കട്ടെ. എന്റെയാണ് പ്രധാന പ്രതിഫലം. അതിനകത്ത് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് തോന്നുന്നത് ഞാൻ അഭിനയിക്കുമ്പോ എന്റെ പടത്തിന് എന്റെ അഭിനയല്ലേ പോകുന്നുള്ളൂ, പണം പോകുന്നില്ലല്ലോ. എന്റെ കഴിവുകൾ, കലാകഴിവുകളല്ലേ അവിടെ ഞാൻ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ എന്റെ പൈസ പോകുന്നില്ല. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നടന്മാർ അഭിനയിക്കുമ്പോൾ അവരുടെ സിംഹഭാഗവും അവർ സേഫാണ്. പണം വിജയിച്ചാൽ അവർ കുറച്ചുകൂടെ സേഫ്. പരാജയപ്പെട്ടാൽ അവരുടെ കയ്യിൽ അധികമൊന്നും പോകത്തില്ല. കാരണം അവരാണല്ലോ സിംഹഭാഗം കൊണ്ടുപോകുന്നത്. എന്നുവെച്ചാൽ അവർ തന്നെ അഭിനയിക്കുന്ന സിനിമയാണെങ്കിൽ അവർ തന്നെ പരമാവധി ചെലവൊക്കെ ചുരുക്കി, കാരണം അവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. മറ്റുള്ള നിർമ്മാതാക്കളുടെ ചിത്രമാണെങ്കിൽ അവരതൊന്നും നോക്കുന്നില്ല. അങ്ങനെ ഒരു പരാതി ഉണ്ടോ നിങ്ങൾക്ക്? അല്ല, അത് ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് ഒരേ പരാതി അല്ലല്ലോ. പല ആർട്ടിസ്റ്റുകളും പല സ്വഭാവമല്ലേ. നല്ലവരെ സഹകരിക്കുന്നവരുണ്ട്. ഇപ്പൊ പഴയ സീനിയർ നടന്മാരൊക്കെ പ്രൊഡ്യൂസർമാർക്ക് ശല്യമൊന്നും ഉണ്ടാക്കാത്തവർ. അവർ കൃത്യമായിട്ട് ഡിസിപ്ലിൻ ഉള്ളവരാണ്. പക്ഷെ മറിച്ച് റേറ്റ് കുറയ്ക്കണം. നമ്മൾ പറയുന്നത് എന്താണ്? നിങ്ങൾ റേറ്റ് കുറയ്ക്കും. ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ നമുക്ക് സമരം ചെയ്യാൻ പറ്റേ? ഇതെന്നാ ഏകാധിപത്യ രാജ്യമാണോ?
ഞങ്ങൾ സമരം ചെയ്യുമല്ല, ഞങ്ങള് ഷൂട്ടിംഗ് നിർത്തി നോക്കുക. ഞങ്ങൾക്ക് സമരം ഇല്ലല്ലോ. സമരം എന്ന് വേണേ ഒരു പേര് വിളിച്ചു. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ കൊച്ചു സിനിമയാണ്, ഇത് താങ്ങാൻ പറ്റുന്നതല്ലേ പറഞ്ഞത്. ലോകത്ത് എവിടെയുണ്ട് കാശ് മുടക്കുന്നത്, കാശ് തിരിച്ചിട്ടാത്ത മേഖല എവിടെയുണ്ട്? ഈ സമരം ഒരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യത്തിൽ അതിന് റിസൾട്ട് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടോ അങ്ങേക്ക് അവസാനമായി? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് തപ്പിക്കൊണ്ട് വീശാൻ പറ്റിയല്ല. ഇപ്പൊ നമുക്ക് സമരത്തിൽ ഇറങ്ങും. ഇതിനു മുമ്പ് ഇറങ്ങിയ സമരം വിജയിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സമരത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ സമരമല്ല, നിസ്സഹകരണമാണ്. നമ്മൾ റേറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞു. അവർ ചർച്ചയ്ക്ക് വരട്ടെ. നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് വാഗ്വാദം വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ ചർച്ചയ്ക്ക് വന്ന് റേറ്റ് കുറച്ച് ഇൻഡസ്ട്രിയുടെ അവർ മര്യാദക്കാരായത. അവർ മനസ്സിലാക്കണം ഈ ഇൻഡസ്ട്രി കൊച്ചു ഇൻഡസ്ട്രിയാണ്. പ്രൊഡ്യൂസർമാർ ഇവിടെ നശിച്ച് നാറാണക്കണ്ട് പിടിച്ചിരിക്കുകയാണ്. ഒരു രക്ഷപ്പെട്ടത് എത്ര പേരാ? നിങ്ങൾ തന്നെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തി നോക്കി. എത്ര പേര് രക്ഷപ്പെട്ടു? ആരും രക്ഷപ്പെട്ട ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാമോ? ഒരാളുടെ പേര് പറ. ഇവരെല്ലാം രക്ഷപ്പെട്ടു. മുൻനിര നിൽക്കുന്നവർക്കൊക്കെ പുതിയ വാഹനങ്ങള് അതൊക്കെ ചെയ്തോട്ടെ. പക്ഷെ അവർക്ക് ഒരു മര്യാദ കാണിക്കുന്നത് മാത്രമേ അവള് പറഞ്ഞത്. അപ്പൊ എതിരൊക്കെ പറയുന്നതും വരും. അത് കുഴപ്പമില്ല. അവരോട് പറഞ്ഞു അഭിനേതാക്കൾ റേറ്റ് കുറക്കണം, പരമാവധി നിർമ്മാതാക്കളുമായി സഹകരിക്കണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എത്ര എതിർപ്പുകൾ ഉണ്ടായാലും ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ നീക്കം. സജി നന്ദ്യാട്ട്, നന്ദി പ്രതികരിച്ചതിന്.